നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി. കാരണം അല്ല, നിങ്ങൾ ലൈവായിട്ട് വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് കിഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ. മുകളിലേക്ക് പോവാ, ബാക്കി എല്ലാം നമുക്ക് കാണാം. മക്കളെ, രേണു സുധി ഇപ്പൊ അടങ്ങിയിരിക്കുന്ന എന്തിനാന്ന് ചെയ്ത് എവിടം വരെ പോകും നോക്കട്ടെ. നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിലും വീഴുന്ന ഒരാളല്ല രേണുസുധി. രേണുസുധി നിങ്ങളാരും പഠിച്ചിട്ടില്ല. ഈ ആരോപണങ്ങളും ഈ നെഗറ്റീവ്സും ഒക്കെ രേണുസുധിക്ക് വെറും എന്താ പറയാ, എന്താടി ഓരോ പൂച്ചെണ്ടുകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എന്തായാലും ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്താണ് എന്നെ രേണുസുധി ആക്കി മാറ്റത് എന്ന് തന്നെ ഞാൻ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ രേണുസുധിയെ കുറിച്ചാണ്. രേണുസുധി ഭയങ്കരവണ്ണം നെഗറ്റീവിൽ ഇങ്ങനെ ഹിറ്റായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതനുസരിച്ച് അവസരങ്ങളും ഈ പറയുന്ന രേണുസുധിയെ തേടിയെത്തുന്നുണ്ട്. ഇപ്പോഴിതാ രേണുസുധി ചെയ്യുന്ന പുതിയൊരു സംഭവമാണ് ലക്കി ഡ്രോ കൂപ്പൺ. ഞങ്ങളൊരു വീട് നിങ്ങൾക്ക് തരികയാണ്. ആ വീട് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളുള്ള 500 രൂപയുടെ ഒരു കൂപ്പൺ എടുത്താൽ മാത്രം മതി, ആ വീട് നിങ്ങൾക്ക് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമോഷനുമായി എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പാണ്ടിക്കാട് കുഞ്ഞാന് അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെ ചതിച്ച കാര്യം. അദ്ദേഹം ഇതുപോലായിരുന്നു, വന്നിട്ട് വീടൊക്കെ കാണിച്ചിട്ട് ഇത്ര രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ നടത്തി. ആ വീട് കിട്ടിയത് അവരുടെ സ്വന്തക്കാർക്ക്, പിന്നെന്ന് പറയുന്നത് അതിനകത്ത് പ്രോത്സാഹന സമ്മാനം കിട്ടിയതും അവരുടെ കുടുംബക്കാർക്ക് മാത്രം. അതുകൊണ്ട് തന്നെ കിട്ടിയ സമ്മാനങ്ങളൊന്നും അവരുടെ കുടുംബം വിട്ട് വെളിയിൽ പോയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ കണ്ടത്. ഇനിയുമുണ്ട് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നവന്മാര് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ. ഇനി ഒരുത്തം വരാറുണ്ട് കാതർ കരിപ്പൊടി. ഇപ്പോഴിതാ ഇവരാണെങ്കിൽ നെഗറ്റീവിലൂടെ ഇപ്പൊ അങ്ങ് ഭയങ്കര റീച്ച് എടുത്ത് നിൽക്കുകയാണ്. ഇനി ഇവർ ബിഗ് ബോസിൽ കയറാനുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ് ഇവർക്കുള്ളത്. അപ്പൊ ഇവരാണ് ഇപ്പോൾ ഈ ഒരു സംഭവമായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൊമോഷൻ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. പിന്നെ എവിടായാലും ഈ പറയുന്ന രേണുസുധിയുടെ കൂടെ ഈ പറയുന്നവനുമുണ്ട്, ഈ പ്രതീക്ഷ എന്ന് പറയുന്നവൻ. ഇവനില്ലാത്ത ഒരു കളിക്കും ഈ പറയുന്ന രേണുസുധി ഇല്ല. എന്തായാലും രേണുസുധിയുടെ കൂടെ പ്രൊമോഷന് ഇവനുമുണ്ട്. ഓക്കെ, തുടങ്ങും. 500 രൂപ ഒരു വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിഡിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. 2500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് 500 രൂപയ്ക്കോ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മേടിക്കൂ. 500 രൂപ കൊടുത്തിട്ട് അത് മേടിക്കൂ. 500 രൂപയ്ക്ക് മാത്രമേ ഉള്ളൂ 2500 സ്ക്വയർ ഫീറ്റിലുള്ള നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകരെ കേട്ടു. ഇനി അടുത്തുകൊണ്ട് സമ്മാനങ്ങൾ കണ്ടോളൂ. മാത്രമല്ല, 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. അങ്ങനെ ഇവര് നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്ന സമ്മാനങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. വീട്, ജാവ, ബൈക്ക്, അതോടൊപ്പം തന്നെ സ്കൂട്ടർ, അതോടൊപ്പം തന്നെ സ്വർണ്ണ നാണയങ്ങള്, ഇതൊക്കെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീടിന് ഒരു ഏകദേശം ഒരു 70 ലക്ഷം രൂപ കൂട്ടിക്കോ. ഓക്കെ, ഇവർ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥലവും ഈ ഒരു ലക്കി ഡ്രോയെ കൂപ്പണുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയത്തില്ല. പിന്നെ ജാവ ബൈക്ക്, അത് നമുക്കൊരു 2.5 ലക്ഷം രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ അത് അവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഉള്ള സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സുസുക്കിയുടെ സ്കൂട്ടർ, അതിനൊരു 1,60,000 രൂപ 6,000 രൂപ ആ ഒരു ലെവലിൽ വരുന്നൊരു വണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ 1 ഗ്രാം സ്വർണത്തിന് ഇപ്പൊ 10,000 ഒക്കെ ആയി റേറ്റ്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ 1 ഗ്രാം സ്വർണ്ണമായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്ത് വരും. 1 കോടി രൂപയുടെ അടുത്ത് അടക്കം വരും. ഇവര് ടിക്കറ്റ് സെയിൽ ചെയ്യുന്നത് 500 രൂപയ്ക്കാണ്. ഇതൊരു ബിസിനസ് ആണ്, അല്ലാതെ ഇത് പറയുന്നത് ഒരു കാരുണ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇതൊരു ബിസിനസ്. വീട് വിറ്റുപോകാതെ നിൽക്കുന്ന ഒരു വീടിനെ പലരിൽ നിന്നും പൈസ മേടിച്ചിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു സമ്പ്രദായം, അതിനെ കാണിക്കുന്ന ഒരു പേരാണ് ലക്കി ഡ്രോ. ഈ ഒരു സംഭവം ലീഗൽ അല്ല, ഇത് നിരോധിച്ച ഒരു സാധനമാണ്. പക്ഷെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇതങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ കണ്ണിൽ പെടുന്നുമില്ല, ആരും ഇത് സ്റ്റോപ്പ് ആക്കാനും പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അതിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഓരോരോ ആൾക്കാർ ഇറങ്ങിത്തിരിക്കും. പക്ഷെ ഇതൊന്നും ആരുടെയും കണ്ണിൽ കാണുന്നില്ല. ഇവർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അവരെ അങ്ങ് വിട്ടിരിക്കുകയാണ്. ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട്.
കൊള്ളാല്ലേ, നല്ല സംഭവം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന രേണുസുതിക്ക് കഴിഞ്ഞ ദിവസം ഒരു സമ്മാനം കിട്ടിയിരുന്നു, അതായത് ബെസ്റ്റ് ആക്ട്രസിനുള്ള ഒരു അവാർഡൊക്കെ കിട്ടിയിരുന്നു. എന്താണല്ലേ ആ സമ്മാനം അവർ തന്നെ കൊടുത്തതാണോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഇത് കൊടുത്തത് നമ്മുടെ ഒരു മന്ത്രിയാണ്. അത് കണ്ടു നോക്കി. ഇവർക്ക് കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഇൻഫ്ലുവൻസർക്കുള്ള ഒരു അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ICC എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കൊടുത്തിരിക്കുന്നത്. ഇവരെന്തോ ഇനി ക്രിക്കറ്റ് പ്രസ്ഥാനത്തിൽ വല്ലതും ചേർന്നിട്ടുണ്ടോ, ഇനി ക്രിക്കറ്റ് വല്ലതും ചേർന്നിട്ടുണ്ടോ, ICC വേൾഡ് കപ്പിന്റെ സമ്മാനമാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടെ അവർക്കൊരു സമ്മാനം കിട്ടിയിരിക്കുകയാണ്. സമ്മാനം മേടിച്ച രേണുവിന് അറിയത്തില്ല എന്തിനാ എനിക്ക് സമ്മാനം തന്നെയെന്ന്, ഇത് കൊടുത്ത മന്ത്രിക്കും അറിയത്തില്ല എന്തിനാ കൊടുത്തതെന്ന്. ഇനി ഇതൊരു ചുമ്മാ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുത്താണോ എന്നറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരി നല്ല രീതിയിലൊക്കെ ഇത് കണ്ടിട്ട് കരയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടത്. പിന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ചില ഭീഷണികളും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ ഈ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ, ഈ പുള്ളിക്കാരിക്ക് തമിഴ് സിനിമയിലൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ഒരു ഇത് അഭിനയിച്ചല്ലോ, ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ വെച്ചോണ്ട് അതിനൊക്കെ പുള്ളിക്കാരിക്ക് വലിയ സമ്മാനം കിട്ടി. അതാണ് എന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കി. എന്തായാലും രേണുസുതിക്ക് എന്താ പറയുക, ഒരു ടേണിംഗ് പോയിന്റ് ഒരുക്കി തന്നത് ദാസേട്ടൻ കോഴിക്കോട് തന്നെ. ചാന്തുകുടഞ്ചൊരു സൂര്യന്മാനത്ത് രേണു പറഞ്ഞു ദാസേട്ടൻ ഞാൻ അഭിനയിക്കാൻ റെഡിയാണ്, ഞാൻ ഒന്ന് രേണു ഓക്കെയാണോ, ഓക്കെയാണ് ദാസേട്ടൻ, അങ്ങനെ ഞാൻ ചെയ്ത സാധനമാണ്. എന്തായാലും ചാന്തുകുടഞ്ഞൊരു സൂര്യന്മാനത്താണ് എന്നെ രേണുസുതി ആക്കി മാറ്റിയത് എന്ന് തന്നെ ഞാൻ പറയുന്നു. അല്ല ദാസേട്ടൻ, ഇപ്പം രേണു ചേച്ചിക്ക് ഇപ്പൊ അന്യഭാഷയിൽ ഇങ്ങനെ ചാൻസ് വരുന്നുണ്ടെന്ന് ഇങ്ങനെ അത് എന്തെങ്കിലും വന്നോ ആരെങ്കിലും തമിഴ് സിനിമയിലല്ലേ? അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ കുറെ കോൾസ് ഒക്കെ വരുന്നോണ്ടേ ഇപ്പൊ ഞാൻ മെയിനായിട്ട് ആൽബങ്ങളിലൂടെയാണ് ഇപ്പൊ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്, ആൽബങ്ങളാണ്. അപ്പം അതുകൊണ്ട് വരുന്നുണ്ട്, എന്തായി തരുമെന്ന് അറിയില്ല. അതെന്താ രേണു അറിയാത്തത്? അറിയണമല്ലോ. തമിഴിൽ നിന്നൊക്കെ വരുന്നുണ്ട്, എനിക്ക് ഹിന്ദിയിൽ നിന്ന് വരുന്നുണ്ട്, എനിക്ക് കന്നഡയിൽ നിന്ന് വരുന്നുണ്ട്, എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അങ്ങോട്ട് ഓഫർ വരുന്നുണ്ടെന്ന് അങ്ങോട്ട് പറ, കിട്ടുന്നുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വെക്കേ. സമ്മതിക്കണം, നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളവിടെ ഇതിനായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അംഗീകരിച്ച് തന്നേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതുപോലെ ഈ പറയുന്ന ലക്കി ഡ്രോയൊക്കെ എടുത്ത് ജനങ്ങളെ പറ്റിക്കാനോട് ഇറങ്ങി വെറുതെ നിങ്ങളുടെ പേര് കളയണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഓൾറെഡി അങ്ങ് പോയി കിടക്കുക, ഇനിയും അടുത്തതായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങല്ലേ എന്നാണ് പറയാനുള്ളത്. അതായത് രേണുസുതി മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് നിർത്തണം. ഈ ലക്കി ഡ്രോ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ ചെയ്തതിനോട് എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഇത് വേണ്ടായിരുന്നു. ഒന്നാതെ നിങ്ങൾ പുലിവാല് പിടിച്ച് കിടക്കുക, അതിൻ്റെ കൂടെ ഈ ഒരു വാലൂടെ കയറി പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ പറയും ചെയ്തോ എന്ന്, പക്ഷേ ഇത് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ പോയി. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായും കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.